ഒന്നും മിണ്ടാതെ വന്നത് ശരിയായില്ല. 4 ആളുകൾക്ക് 4 നല്ല തെറിയങ്ങ് കാശണമായിരുന്നു. ചേച്ചേ, അയാളെ പോലെ നമ്മൾ സംസ്കാരം ഇല്ലാതെ പെരുമാറിയാലോ? എന്ത് സംസ്കാരം? ഇതിനൊക്കെ അതേ ഉള്ളു മരുന്ന്. ഞാനായിരുന്നെങ്കിൽ അവന്റെ കരണപറ്റിക്ക് കണ്ടു കൊടുത്തേനെ. അയാള് തിരിച്ചു തല്ലിയാലോ? പെണ്ണുങ്ങളെ തല്ലിയാവ വിവരം അറിയും. നീ കണ്ടിട്ടില്ലേ? ഇങ്ങനെയുള്ള കേസുകളിൽ ജനപിന്തുണ സ്ത്രീകൾക്കായിരിക്കും. തൊലിവെളുപ്പുള്ള പെൺപിള്ളേർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ ആളുകൾ ഒരു ചാൻസ് നോക്കി നടക്കുക. ചേച്ചി വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കേസല്ല അയാള്. എന്തിനും തയ്യാറായിട്ടുള്ള പ്രകൃത. കാശുകാരനാണല്ലോ, അതുകൊണ്ട് തിന്നു കൊഴുപ്പിച്ചെടുത്തിരിക്കുക ശരീരം, ആളുകളുടെ മെക്കിട്ട് കയറാൻ. അപ്പൊ നീ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണോ? പേടിച്ചിട്ടോ? അതേതായാലും ഇല്ല. 8-9 കൊല്ലായിട്ട് താമസിക്കുന്ന വീടല്ലേ ചേച്ചിയത്. അങ്ങനെ അങ്ങ് ഇറങ്ങാൻ പറ്റൂ? ഉമ്മർക്ക് പറയുന്നത് ഒരിക്കലും ഇറങ്ങണ്ടെന്നാ. അതാ അതിന്റെ ശരി. മോനെ നോക്കുന്ന സ്ത്രീക്ക് നല്ല സുഖമില്ല. ഉച്ച മുതൽ ഞാൻ ലീവാ. നാളെ കാണാം. പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് ലോൺ എടുക്കുകയെ നിവൃത്തിയുള്ളൂ. അരിയേഴ്സ് എല്ലാ കാലത്തും അരിയേഴ്സ് ആയി നിലനിൽക്കും. അതെ, പിന്നെ ഇനി പെൻഷന്റെ കൂടെ നോക്കിയാൽ മതി.